മഹാരാഷ്ട്രയിൽ ഹിന്ദുക്കൾക്ക് നേരെ മതം ചോദിച്ച് ആക്രമണം. കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ട ശേഷം മുംബൈ മീര റോഡിൽ 2 സെക്യൂരിറ്റി ജീവനക്കാരെ ആക്രമിച്ചു. ISIS ബന്ധം സംശയിക്കുന്ന ജൈബ് സുബേർ അൻസാരി എന്നയാളാണ് അക്രമി. നന്ദഗോപൻ വിവരങ്ങളുമായി ചേരുകയാണ്. നന്ദൻ, ഈ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് തന്നെ ഈ കലിമ ചൊല്ലാൻ അറിയാമോ എന്ന് ചോദിച്ചാണല്ലോ. ഏതാണ്ട് 26ഓളം ഹിന്ദുക്കളെ മുസ്ലിം തീവ്രവാദികൾ വെടിവെച്ചു കൊന്നത്. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ സമാനമായ ആക്രമണം നടക്കുന്നുണ്ട്. ഈ മുംബൈയിലെ മീര റോഡിൽ സംഭവിച്ചത് എന്താണ് നന്ദൻ? ഗൗതം, ഇന്ന് പുലർച്ചെ 4 മണിക്കാണ് ഇത്തരമൊരു ആക്രമണം ഉണ്ടാകുന്നത്. 2 സെക്യൂരിറ്റി ജീവനക്കാരാണ് ഒരു തീവ്ര ഇസ്ലാമിസ്റ്റിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റിരിക്കുന്നത്. ഇതിൽ ഒരാളുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. ഒരാൾക്ക് നിസ്സാര പരിക്കുകൾ മാത്രമാണ് ഏറ്റത്. പോലീസ് വ്യക്തമാക്കുന്നത് ഈ 2019 അമേരിക്കയിൽ നിന്നും എത്തിയ ഒരു 31 വയസ്സുകാരനാണ് ഈ കേസിലെ പ്രതി എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇയാൾ ഈ മീര റോഡിലേക്ക് എത്തുന്നതിൻ്റെയും മറ്റും CCTV ദൃശ്യങ്ങളും ഇതിനോടകം തന്നെ ശേഖരിച്ചു. ഏതാണ്ട് 90 മിനിറ്റ് നേരം ഇയാൾ ഈ ഭാഗത്തുണ്ടായിരുന്നു. ഇയാൾ നേരെ ഈ സെക്യൂരിറ്റി ജീവനക്കാരുടെ അടുത്തേക്ക് ആദ്യം ചെല്ലുന്നു. ഇവരുടെ പേര് തിരക്കുന്നു. പേരിൽ ഹിന്ദു ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇയാൾ ചോദിക്കുന്നു, ഖലീമ ചെല്ലാൻ അറിയാമോ എന്ന്. ഖലീമ ചെല്ലാൻ അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ അരയിൽ കരുതിയിരിക്കുന്ന കത്തിയെടുത്ത് ഇയാൾ ഈ 2 സെക്യൂരിറ്റി ജീവനക്കാരെയും കുത്തുകയായിരുന്നു. ഒരാൾ ഓടി സെക്യൂരിറ്റി ക്യാബിനുള്ളിലേക്ക് കയറിയതിനാൽ തന്നെയാണ് ഇയാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കാഞ്ഞത്. എന്നാൽ ഒരാളുടെ നില അതീവ ഗുരുതരമായി തുടരുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഏതായാലും മഹാരാഷ്ട്ര പോലീസ് ഭാരതീയ ന്യായ സംഹിത പ്രകാരം FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിന് പുറമെ മഹാരാഷ്ട്ര ATS ഇതിന്മേൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇയാളുടെ ഫ്ളാറ്റ് ഇതിനോടകം തന്നെ പോലീസ് തുറന്ന് പരിശോധിച്ചിട്ടുണ്ട്. ഈ ഫ്ളാറ്റിൽ നിന്നും ലഭ്യമായ CCTVകൾ പരിശോധിച്ചപ്പോൾ അതിൽ ഈ ISI ആശയങ്ങൾ കൃത്യമായി തന്നെ അയാൾ പലതവണ ഇതിൽ സെർച്ച് ചെയ്തിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട തീവ്ര ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന വീഡിയോ ദൃശ്യങ്ങൾ ഇയാൾ പലതവണ കണ്ടിരിക്കുന്നു. എങ്ങനെയാണ് ഒരു മനുഷ്യനെ വധിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇയാൾ ഈ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു. ഇതിന് പുറമെ ഇയാൾ നിരന്തരം ഇത്തരം തീവ്ര ആശയങ്ങൾ പിന്തുടരുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണത്തിലേക്ക് ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡും കടന്നിരിക്കുകയാണ്. ഇയാൾക്ക് പിന്നിൽ മറ്റ് വ്യക്തികൾ, സംഘടനകളൊക്കെ ഉണ്ടോ എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ പരിശോധിച്ച് വരുന്നത്. ഇയാളെ പണമിടപാട് പരിശോധിക്കുന്നുണ്ട്. ഇയാളുടെ മൊബൈൽ ഫോൺ ഏതെല്ലാം ടവർ ലൊക്കേഷൻ അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അതിവിശാലമായ ഒരു പരിശോധനയിലേക്കാണ് കടന്നിരിക്കുന്നത്. ഏതായാലും പഹൽഗാം ഭീകരാക്രമണത്തിന് സമാനമായ ആക്രമണം എന്ന് വേണം ഇതിനെ വിശേഷിപ്പിക്കാം. പഹൽഗാമിൽ പാകിസ്ഥാനിൽ നിന്നും അതിർത്തി കടന്നെത്തിയ ഭീകരവാദികളാണ് പഹൽഗാമിൽ ആക്രമണം നടത്തിയതെങ്കിൽ ഇത് ഈ മണ്ണിൽ നിന്നും ഇവിടെ ചോറുണ്ട് വളർന്ന ഒരു ഇന്ത്യൻ പൗരനാണ്. ഇയാൾ കുർള സ്വദേശിയാണ് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. 31 വയസ്സുണ്ട്. നിലവിൽ ഇയാളെ കസ്റ്റഡിയിൽ വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ്. സ്വാഭാവികമായും ഇയാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംഘടനാ ബന്ധങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് പോലീസ് സംശയിക്കുന്നത്. ഏതായാലും ഒരു വ്യക്തിയിൽ തോന്നിയ ആശയമായിരിക്കത്തില്ല, മറിച്ച് ഒരു സംഘടന നൽകിയ ആശയം അത് ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം അയാൾ ഇത്തരത്തിലൊരു ഭീകരവാദ പ്രവർത്തനം, അതായത് മതം ചോദിച്ച് കൊലപ്പെടുത്തുന്ന പ്രവണതയിലേക്ക് എത്തിയത് എന്നുള്ളതാണ് പോലീസ് സംശയിക്കുന്നത്. ഏതായാലും വിശദമായ അന്വേഷണത്തിലേക്ക് ഇപ്പോൾ മഹാരാഷ്ട്ര ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡും പോലീസും കടന്നിരിക്കുകയാണ്. ഗൗതം. ഓക്കെ നന്ദൻ, എന്തായാലും വളരെ ഞെട്ടിപ്പിക്കുന്നതായ സംഭവം മുംബൈയിൽ നടന്നിരിക്കുകയാണ്. ഇന്ന് രാവിലെ 4 മണിക്കാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. കലിമ ചൊല്ലാൻ അറിയാമോ എന്ന് ചോദിച്ച് ഒരു ജിഹാദി ഭീകരൻ ആളുകളെ ആക്രമിക്കുകയായിരുന്നു. 2 സെക്യൂരിറ്റി ജീവനക്കാർക്ക് കുത്തേറ്റിരിക്കുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന് സമാനമായ രീതിയിലുള്ള ആക്രമണം ഇസ്ലാമിസ്റ്റുകൾ മുംബൈ നഗരത്തിൽ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. നന്ദഗോപനാണ് വിവരങ്ങളുമായി ചേർന്ന്